من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وفي روايته وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിച്ച് പരിപാലിച്ച് ക്രമം തെറ്റാതെ നിയന്ത്രിച്ച് നമുക്ക് ആവശ്യമായ എല്ലാം നൽകി നമ്മെ പോറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് ഈ ഖുത്ബയുടെ ആമുഖത്തിൽ എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ ഒരു മുഹൂർത്തമാണ് വെളിപ്പാടുകളെ കാത്തിരിക്കുന്ന പരിശുദ്ധ റമദാനും അതിലെ വ്രതാനുഷ്ഠാനങ്ങളും. അതിൻ്റെ തൊട്ടു മുമ്പുള്ള ശഅബാൻ മാസത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾ നമ്മിൽ നിന്ന് കടന്നു പോകും. റമദാൻ നമ്മിലേക്ക് വന്നെത്തും. അതുകൊണ്ട് തന്നെ റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വർഗപ്രവേശനം നമുക്ക് എളുപ്പമാക്കി തരുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ ആ ശഅബാൻ മാസത്തിൽ തന്നെ നാം അതിനെ പ്രതീക്ഷിക്കുകയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിരുന്നുകാർ അല്ലെങ്കിൽ അതിഥികൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്ന സന്തോഷ വാർത്ത നമുക്ക് എത്രത്തോളം മനസ്സിന് ആഹ്ലാദമുള്ളതാണോ, ആ അതിഥികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവര്
വരാമെന്ന് പറഞ്ഞ ഡേറ്റിന് മുമ്പ് തന്നെ അതിനു വേണ്ടി ഒരുങ്ങുന്നത് എത്ര വലിയ ഇഷ്ടപ്പെട്ട കാര്യമാണോ അതുപോലെയാകണം വരാൻ പോകുന്ന ഷഹ്റു റമദാനിലെ വ്രതാനുഷ്ഠാനവും അതുമായി ബന്ധപ്പെട്ട സൽക്രമങ്ങൾക്കും വേണ്ടി ഒരുങ്ങുക എന്നത്. അതുകൊണ്ട് ശഅബാൻ മാസത്തെ നാം എന്തുകൊണ്ട് സ്നേഹിക്കണം, എന്തുകൊണ്ട് ആദരിക്കണം, അല്ലെങ്കിൽ ശഅബാൻ മാസം എന്തുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടതാകണം, ഇതിനുള്ള ഉത്തരമാണ് ഈ ഖുത്ബയിലൂടെ ഇന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയും ആ റസൂലിനെ പിൻപറ്റേണ്ട ആവശ്യകതയെ സംബന്ധിച്ചും വിശ്വാസികളായ നമ്മോട് അല്ലാഹു തആല സംസാരിച്ചിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ വദക്കറല്ലാഹ കതീറാ. മരണത്തിന് ശേഷം ചെന്നു ചേരാനുള്ള ശാശ്വതമായ പരലോക ജീവിതത്തെ പ്രതീക്ഷിക്കുകയും ആ അള്ളാഹുവിന്റെ ദർബാറിൽ റബ്ബിനെ കൺകുളിർക്കെ കാണണമെന്ന ആഗ്രഹവുമുള്ള വിശ്വാസികളോട് അല്ലാഹു തആല പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശഅബാൻ മാസം നമുക്ക് എന്തുകൊണ്ട് പ്രിയപ്പെട്ടതാകണം, എന്തുകൊണ്ട് ഈ മാസത്തെ നാം റജബിനെക്കാളും അതിനു മുമ്പുള്ള മാസത്തെക്കാളും സ്ഥാനത്തോടുകൂടി സ്വീകരിക്കണം എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മാസത്തിലെ നോമ്പും മറ്റു സൽക്രമങ്ങളും പ്രിയപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സുനൻ അബൂ ദാവൂദിൽ പറയുന്നു, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാല, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാന അഹബ്ബു ശുഹൂരി അൻ യസൂമഹു ശഅബാൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിക്കുവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമായിരുന്നു ശഅബാൻ. അപ്പോ നോമ്പനുഷ്ഠിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു മാസമായിരുന്നു ശഅബാൻ. അപ്പോ ഏറ്റവും ഇഷ്ടമുണ്ടാകേണ്ട മാസം റമദാനല്ലേ? അതെ. എന്നാൽ ആ ശഅബാനിൽ നോമ്പനുഷ്ഠിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച താല്പര്യവും അതിനോടുള്ള ഇഷ്ടവും എങ്ങനെയാണ്? അത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ വീണ്ടും ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് വലം അറാഹു സ്വായിമൻ മിൻ ശഹരി ഖത്തു അക്സറ മിൻ സിയാമിഹി മിൻ ശഅബാൻ കാന യസൂമു ശഅബാന കുല്ലഹു കാന യസൂമു ശഅബാന ഇല്ലാ ഖലീല. ശഅബാൻ മാസത്തിലെ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു മാസത്തിലും നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, റമദാനിലെ നിർബന്ധ നോമ്പൊഴികെ. അപ്പൊ പരിശുദ്ധമായ റമദാനിലെ നിർബന്ധമായ നോമ്പ് ഒഴിച്ചാൽ ഏറെ ശ്രേഷ്ഠതയുള്ളതും താല്പര്യമുള്ളതും സുന്നത്തായതുമായ ഒരു കാര്യമാണ് ശഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. നിർബന്ധമായ നോമ്പ് കഴിഞ്ഞ വർഷം നോറ്റുവീട്ടാൻ ബാക്കിയുള്ളവർ ഈ മാസത്തിൽ അത് നോറ്റുവീട്ടിക്കൊണ്ട് വരാൻ പോകുന്ന റമദാനിലേക്ക് ശരീരത്തെയും മനസ്സിനെയും ഒന്ന് പ്രാക്ടീസ് ചെയ്യാനും കൂടെ അത് നല്ലതാണ്. ഒരു വടിക്ക് രണ്ട് പക്ഷിയാണ്. നിർബന്ധ നോമ്പ് വീടലുമായി റമദാനിലേക്കുള്ള ഒരു മുന്നൊരുക്കമായി സഹാബത്ത് അങ്ങനെ ചെയ്തിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ സുന്നത്തായ നോമ്പുകൾ തിങ്കൾ വ്യാഴം അയ്യാമുൽ ബിഅദ്, അതേപോലെ തന്നെയുള്ള ഇടവിട്ട നോമ്പുകൾ, ഇതൊക്കെ ഈ മാസത്തിൽ നമുക്ക് നോൽക്കാം. കാരണം
ഈ റജബ് കഴിഞ്ഞാലുള്ള ഈ ശഅബാൻ മാസത്തിന്റെ തത്വത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ ധാരാളം ഹിക്മത്തുകൾ നമുക്കതിൽ കാണാൻ കഴിയും. റജബിൽ വിത്തിറക്കുകയും ശഅബാനിൽ വെള്ളം നനച്ചു കൊടുക്കുകയും റമദാനിൽ കൊയ്തെടുക്കുകയും ചെയ്യുക എന്നതാണ് ശഅബാൻ മാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. റമദാൻ എന്ന അതിഥിയെ വരവേൽക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഒരുങ്ങലാണ് യഥാർത്ഥത്തിൽ ശഅബാൻ മാസം എന്നുള്ളത് ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞു. അതിഥിയെ നാം വരവേൽക്കുന്നതിന് വേണ്ടി എങ്ങനെ ഒരുങ്ങുമോ അതുപോലെ ഈ ശഅബാൻ മാസത്തിൽ പ്രിയമുള്ളവരെ വരാൻ പോകുന്ന റമദാൻ മാസത്തിലേക്ക് വേണ്ടി നാം ഒരുങ്ങണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സുനൻ അബൂ ദാവൂദിൽ വിശദീകരിച്ചു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്നൊരു ഹദീസ്. അൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തആല അൻഹു അന്നഹു ലം യകുൻ യസൂമു സനത അശ്ശഹരി ആമൻ ഇല്ലാ ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായും റമദാൻ ഒഴികെ പൂർണ്ണമായും നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളത് ശഅബാൻ മാസത്തിൽ മാത്രമാണ്. യസ്ലുഹു ഫി റമദാൻ, എന്നിട്ട് അതിന് റമദാനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർക്കാറുണ്ടായിരുന്നു. അപ്പോ മറ്റുള്ള പല മാസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടവിട്ടാണ് നോമ്പ് അനുഷ്ഠിക്കാറുള്ളത്. അധിക ദിവസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസത്തിന്റെ മറ്റു പല മാസങ്ങളിൽ നോമ്പുണ്ടായിരുന്നു. പക്ഷെ റമദാനിൽ 30 ദിവസവും നിർബന്ധ നോമ്പെടുക്കുന്നത് പോലെ തന്നെ ശഅബാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ നോമ്പ് അധിക ഒരു ദിവസം പോലും വിടാത്ത രൂപത്തിൽ എടുത്തിരുന്നു എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നമുക്ക് അറിയിച്ചു തരികയാണ്. അപ്പൊ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇമാം നസായി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം അൻ ഉസാമ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, ഉസാമ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നിങ്ങൾ ശഅബാൻ മാസത്തിൽ മറ്റു മാസങ്ങളെക്കാൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ട് റസൂലെ, എന്തുകൊണ്ട്? ചോദ്യമാണ്. എന്താണ് മറ്റുള്ള മാസത്തിലൊക്കെ ഒന്നിടവിട്ട് നോൽക്കുന്ന താങ്കൾ ഈ ശഅബാനിൽ മിക്ക ദിവസവും നോമ്പനുഷ്ഠിക്കുന്നുണ്ടല്ലോ, എന്താണ് കാരണം? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു ബൈനഹും റജബിൻ വറമദാൻ. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ശഹ്റുൻ യഗ്ഫുലുൻ നാസു ബൈനഹും റജബിൻ വശഅബാൻ, റമദാൻ അഥവാ റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ആളുകളുടെ മനസ്സിൽ നിന്ന് ഓർമ്മയില്ലാതെ മറന്നു പോകുന്ന ഒരു മാസമാണ് ശഅബാന്. റജബ് കഴിഞ്ഞ് ഇനി റമദാനാണ്, അതിന്റെ അടിയിൽ എന്ത് ചെയ്യും അറിയാതെ ശഅബാൻ മുങ്ങിപ്പോകും. അതുകൊണ്ട് ശഅബാൻ മുങ്ങാനുള്ളതല്ല, മറക്കാനുള്ളതല്ല. കാരണം അത് മഹത്തായ ശഅബാനിന് റമദാന് മുന്നോടിയായ ദിവസങ്ങളാണ്. വഹുവ ശഹ്റുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊരു മാസമാണ്. തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിലേക്ക് നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ ഉയർന്നു പോകുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഫഅഹിബ്ബു അൻ തുർഫഉ അമലി വഅന സായിമുൻ, എന്റെ അമൽ സ്വാലിഹാത്തുകൾ അല്ലാഹുവിലേക്ക് ഉയരുമ്പോൾ നോമ്പനുഷ്ഠിച്ചവന്റെ അമൽ സ്വാലിഹാത്തുകൾ അല്ലാഹുവിലേക്ക് ഉയരാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. അപ്പൊ അമൽ സ്വാലിഹാത്തുകൾ അല്ലാഹുവിലേക്ക് ഉയരുന്നത് പ്രതിഫലം തന്നെയാണ്, നമുക്ക് അത് വലിയ ഗുണം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു നോമ്പുകാരന്റെ അമൽ സ്വാലിഹാത്തുകൾക്ക് വലിയ സ്ഥാനമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ, ഒരു മുഅ്മിനായ അടിമ, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിക്കുകയാണ്. അങ്ങനെ നോമ്പനുഷ്ഠിച്ചാൽ ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദകൻ കമാ ബൈനസ് സമാഇ വൽ അർളി, ആകാശ ഭൂമികൾക്കിടയിൽ എത്ര വ്യത്യാസമുണ്ടോ, ആ ദൂരം എത്രയുണ്ടോ ആകാശവും ഭൂമിയും അതിനിടയിൽ, അതുപോലെ അല്ലാഹു തആല നോമ്പനുഷ്ഠിച്ച ഒരു വിശ്വാസിയുടെ ഒരു നോമ്പ് അല്ലാഹ് സ്വീകരിച്ചാൽ അവനെയും അവന്റെ നരകത്തെയും അല്ലാഹു ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം പോലെ അകറ്റിക്കളയുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ വലിയ പ്രതിഫലമാണ് സഹോദരങ്ങളെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ സാധിക്കുമെങ്കിൽ അമൽ സാലിഹാത്തുകൾ ഈ മാസത്തിൽ ധാരാളം ചെയ്യുന്നതോടൊപ്പം തന്നെ സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹ് ബുഖാരിയിൽ ഉദ്ധരിക്കുന്നു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഖുദ്സിയായ
ഹദീസ് ഇങ്ങനെ പറയപ്പെട്ടു. എന്താണ്? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ അഥവാ നിർബന്ധമാക്കപ്പെട്ട അമലുകൾ അതിൽ ഒരു വീഴ്ചയും വരുത്താതെ അത് കർക്കശതയോടുകൂടി കണിശമായി കൊണ്ട് ഒരു അള്ളാന്റെ മുഅ്മിനായ ഒരു അടിമ അനുഷ്ഠിക്കുകയും അതോടൊപ്പം തന്നെ ഐച്ഛികമായ മറ്റു അമലു സാലിഹാത്തുകൾ ധാരാളമായി അനുഷ്ഠിക്കുകയും അങ്ങനെ നിർബന്ധമാക്കപ്പെട്ടതും ഐച്ഛികമാക്കപ്പെട്ടതും അനുഷ്ഠിച്ച് പൂർണ്ണമായും അള്ളാഹു നിഷിദ്ധമാക്കിയ വൻപാപങ്ങളും ചെറുപാപങ്ങളും മുഴുവനായി ഒരാൾ ഉപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരടിമ സുന്നത്തായ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു. എന്നിട്ട് അള്ളാഹുവിലേക്ക് അവൻ അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്നേഹിക്കുന്നത് വരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുന്നത് വരെ അവൻ അമലുകൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ആ അടിമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുടെ സ്നേഹം കിട്ടാൻ വേണ്ടി അമലുകൾ ചെയ്ത് ഹറാമുകൾ കൈയൊഴിച്ച് അവൻ മുത്തഖിയായി മുഹ്സിനായി മുവഹിദായി അങ്ങനെ ജീവിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തു കഴിഞ്ഞാൽ, അവൻ അള്ളാഹു തആല അങ്ങോട്ട് തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ശ്രേഷ്ഠത എന്താണ്, അവന്റെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുൻതു സമഉല്ലദീ യസ്മഉ ബിഹി വബസറുല്ലദീ യുബ്സിറു ബിഹി വയദുല്ലദീ യുബ്തിഷു ബിഹി വരിജ്ലുല്ലദീ യംശി ബിഹാ. കുൻതു സമഉല്ലദീ യസ്മഉ ബിഹി, പിന്നീട് അവൻ കേൾക്കുന്ന കാത് ഞാനാകും, അഥവാ അള്ളാഹുവിന്റെ കാതാകും. അവന്റെ കണ്ണ് എന്റെ കണ്ണാകും, അവന്റെ കൈകൾ എന്റെ കൈകളായി മാറും, അവൻ നടക്കുന്ന കാല് എന്റെ കാലായി മാറും. എന്ന് പറഞ്ഞാൽ ഓൻ അള്ളാഹിനെ പോലെയാകുന്നല്ല. അള്ളാഹിനോട് ചോദിക്കലൊക്കെ ഓനോട് ചോദിക്കാന്നല്ല, അള്ളാഹ്ക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഓർക്ക് ചെയ്തു തരാൻ പറ്റുന്നല്ല. ഈ ഹദീസിനെ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാര് അള്ളാഹു അല്ലാത്ത മറ്റു മഹാത്മാക്കൾക്ക് ഔലിയാക്കൾക്ക് കറാമത്തുണ്ടെന്നും 16 ലോകങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും മനസ്സുള്ളത് അറിയുമെന്നും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ അല്ലാഹു തആല അവന്റെ അടിമകളിൽ ഇസ്ലാമികമായ മര്യാദ പാലിച്ച് ജീവിച്ച് റബ്ബ് ഇഷ്ടപ്പെട്ട വിലായത്തിലെത്തിയ കറാമത്തുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ആ ഒരു സിഫത്തിനെ ഇവിടെ കുളിക്കാത്ത, തിരുമ്പാത്ത, നനക്കാത്ത, നിസ്കരിക്കാത്ത, പുകല വലിക്കണ, സിഗരറ്റ് വലിക്കണ, അതേപോലെ തന്നെ താടി ക്ലീൻ ചെയ്ത് നടക്കണ, ഇരാന്തായി നടക്കണ കുറെ വട്ടന്മാർക്ക് ഇട്ടുകൊടുത്തിട്ട് അവരൊക്കെ ഇതുപോലെയുള്ള ഔലിയാക്കന്മാരാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അതാണ് കോഴിക്കോട് ചിറ്റടി മീറ്റിൽ മുഹയ്യദ്ദീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അഥവാ CM മടവൂർ, അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു സ്മരണികയിൽ എഴുതുകയാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹ് കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു തആല അറിയുന്നത് പോലെ അറിയും, അള്ളാഹ് പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും എന്നാണ് ഈ ഹദീസിന്റെ വിശാൽ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. നുണയന്മാർക്ക് അള്ളാഹിന്റെ ശാപമുണ്ടാകട്ടെ. പച്ച നുണയാണ്. ഒരിക്കലും ഈ ഹദീസിനെ മുഹദ്ദിസീങ്ങളോ മുഫസ്സിരീങ്ങളോ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഉലമാക്കളായ ഇമാമിങ്ങളോ ആരും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല. അത് ഇവരുടെ ദുർവ്യാഖ്യാനം മാത്രമാണ്. അപ്പോൾ അള്ളാഹു അവന്റെ കണ്ണാകും, അവന്റെ കാതാകും, അവന്റെ കൈയാകും, അവന്റെ കാലാകും എന്ന് പറഞ്ഞതിന് ശേഷം ഹദീസിൽ കാണാം, അതുകൊണ്ട് തന്നെ ആ അടിമ അവൻ എന്നോട് എന്തിൽ നിന്ന് അഭയം തേടിയാലും ആ അടിമക്ക് ഞാൻ അഭയം നൽകും. അവൻ എന്നോട് എന്ത് രക്ഷ ചോദിച്ചാലും ആ രക്ഷ ഞാൻ അവൻ നൽകും. അവൻ എന്നോട് എന്ത് ദുആ ചെയ്താലും ആ ദുആക്ക് ഞാൻ ഉത്തരം നൽകും. ഇത് അള്ളാഹുലേക്ക് ഏറ്റവും നല്ല രീതിയിൽ അടുത്താൽ ലഭിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു സൽക്രമം സഹോദരങ്ങളെ മറ്റൊരു സൽക്രമത്തെ യഥാർത്ഥത്തിൽ ക്ഷണിക്കുന്നു എന്നും പോഷിപ്പിക്കുന്നു എന്നും വളർത്തുന്നു എന്നും അതുവഴി നമുക്ക് ദർജ വർദ്ധിക്കുന്നു എന്നുമാണ് ഈ ഹദീസിന്റെ ഗുണമാണ്. അല്ലാതെ അള്ളാഹിനെ പോലെ ബന് ആയി മാറുക, ഇന്ന് അള്ളാഹിനോട് ദ്വാരക്കണൊക്കെ ബനോട് ദ്വാരക്ക എന്ന ആ ശിർക്കൻ വിശ്വാസം പ്രചരിപ്പിക്കാനല്ല ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹ് ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച ഖുദ്സി ഹദീസ് പറഞ്ഞത്. അതുകൊണ്ട് സൽക്രമങ്ങൾ ചെയ്യാനുള്ള മടി അത് നമുക്ക് ഇല്ലാതെയാകാൻ അള്ളാഹുവിലേക്ക് നമ്മൾ ഫർളുകൾ എടുക്കുക, സുന്നത്തുകൾ എടുക്കുക, ഹറാമുകൾ കൈയൊഴിക്കുക, ധാരാളമായി നമുക്ക് കഴിയാവുന്ന രൂപത്തിലുള്ള നവാഫിലുകളായ അതേപോലെ തന്നെ റവാത്തിബുകളായ സുനനുകളായ
നമസ്കാരവും നോമ്പും സക്കാത്തും സദക്കയും ഖുർആൻ പാരായണവും എല്ലാ സൽക്രമങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെയും അവന്റെ വിധിവിലക്കുകളെയും നാം ജീവിതത്തിലുടനീളം പാലിക്കണം, സൂക്ഷ്മത കൈക്കൊണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ റജബ് എന്ന മാസം ഒരു കർഷകൻ ഒരു ഭൂമി ഉഴുതുമറിച്ച് അത് വളക്കൂറുള്ള മണ്ണാക്കി പാകപ്പെടുത്തുന്ന മാസമാണ് റജബ്. ഒരു കർഷകൻ ഒരു ഭൂമി ഉഴുതുമറിച്ച് അങ്ങനെ അത് അടുത്ത വിത്തിറക്കുന്നതിന് വേണ്ടി അത് പാകപ്പെടുത്തലുണ്ടല്ലോ, ആ പാകപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ റജബിൽ ചെയ്തത്. ഷഅബാൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു വിത്തിറക്കുന്ന മാസമാണ്. വിത്തിറക്കിയിട്ട് അങ്ങനെ വേര് കെട്ടി അതിന് വളമയിട്ട് ഓരോ ദിവസവും അതിനെ നന്നായി ശ്രദ്ധിച്ച് അത് എങ്ങനെ ഒരു കർഷകൻ പരിചരിക്കുന്നുവോ അതുപോലെ ഷഅബാൻ എന്നാൽ ആ വിത്തിറക്കിയ ആ മണ്ണിൽ വിത്തിറക്കി അതിനെ പരിചരിക്കലാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ ആ മുളച്ചു വരുന്ന നെൽക്കതിരുകൾ കൊയ്തെടുത്ത് ലാഭങ്ങൾ ഉണ്ടാക്കുന്ന കർഷകനെ പോലെ പ്രിയമുള്ളവരെ ലാഭങ്ങൾ ഉണ്ടാക്കാനുള്ള മാസമാണ് റമദാൻ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വിളിപ്പാടുകളെയാണ് റമദാൻ കാത്തിരിക്കുന്നത്, അല്ലേ? 2 ആഴ്ചയൊക്കെ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഷഅബാനിന്റെ 1-ാമത്തെ വെള്ളിയാഴ്ച ഞാൻ എന്നോടും നിങ്ങളോടും നടത്തുന്ന ഈ സംസാരം ഇത് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുണപാഠമായി നിലനിൽക്കണം, അത് ഒരു ഒരുങ്ങലായി ഉണ്ടാകണം എന്ന് ഞാൻ എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖും ഒരുങ്ങാനുള്ള താക്കത്തും സന്മനസ്സും ഒക്കെ നൽകട്ടെ. മടിയും അള്ളാഹു ഇല്ലാതെയാകട്ടെ. മുഖ്യ ശത്രുവായ പിശാച് അവൻ നമ്മെ നന്മയിൽ തടയും, തിന്മയിലേക്ക് പ്രേരിപ്പിക്കും. അതുകൊണ്ട് അവനെ പരമാവധി ഇപ്പോൾ തന്നെ നമ്മൾ എതിർത്തുകൊണ്ട് അല്ലെ അവന്റെ കുതന്ത്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സൂക്ഷ്മത കൈകൊള്ളാൻ തയ്യാറാവുക. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ പറയാൻ വിട്ടുപോയതല്ല, സമയം പരിമിതി മൂലം ഒഴിവാക്കിയ ഒരു ഭാഗമുണ്ട്. അത് ഈ ഖുത്ബയിൽ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കാര്യം അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7-ാം ആകാശത്തിന്റെ ഉച്ചിയിലെത്തി. അവിടെ സിദ്റത്തുൽ മുൻതഹ എന്ന മരത്തിന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത് ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ കുട്ടികൾ ഓടി നടക്കുന്നു. അത് വിശ്വാസികളിൽ നിന്ന് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് വേർപെട്ടു പോയ കുട്ടികളാണെന്ന് പറഞ്ഞു. ആ കുട്ടികളെ കണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സലാം ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രകാശത്തിന്റെ കോണിയിൽ അള്ളാഹുവുമായി സംഭാഷണം നടത്താൻ വേണ്ടി പോവുകയാണ്. ആ 7-ാം ആകാശവും കടന്ന് 500 വർഷത്തെ വഴി ദൂരമുള്ള ഒരു സമുദ്രമുണ്ട്. ആ സമുദ്രത്തിന്റെ മുകളിലാണ് അള്ളാഹുവിന്റെ അർശ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഹദീസിൽ കാണാം, ഖുർആനിൽ സൂചനയുമുണ്ട്. അവിടേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോയി. അവിടുന്ന് പറഞ്ഞു, നബിയെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പെർമിഷൻ ഇല്ല, നിങ്ങൾ അള്ളാഹുമായിട്ട് എന്ത് ചെയ്യണം, മുനാജാത്ത് നടത്താൻ ഒറ്റക്ക് പോകണം. നമുക്കറിയാം, ഹദീസിൽ കാണാം, ഒരു പ്രകാശത്തിന്റെ കോണിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കയറുകയാണ്. അതൊക്കെ നമ്മുടെ മനസ്സിലാക്കി തരുന്ന ഏത് രൂപത്തിൽ നമുക്കറിയില്ല, നമ്മളതിന് വേറൊന്നും വ്യാഖ്യാനിക്കണ്ട. അങ്ങനെ ആ കോണിയിൽ കയറി അല്ലാഹു തആലയുമായി മുനാജാത്ത് നടത്തി പിന്നീട് തിരിച്ചു വന്നപ്പോൾ നമുക്കറിയാം, 7-ാം ആകാശത്തിന്റെ മുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുകയാണ് ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ഒരു കഅബാലയം. എന്താ ബൈത്തുൽ മഅമൂർ? നമുക്ക് മനുഷ്യരായ നമുക്ക് ഇവിടെ ഇബാദത്ത് ചെയ്യാൻ ഹജ്ജ് എന്ന പുണ്യകർമ്മം, ഉംറ എന്ന പുണ്യകർമ്മം, അതേപോലെ തന്നെ നമുക്ക് ഖിബലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ
ആരാധിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ പൂർത്തീകരിച്ചു തന്ന മഹത്തായ ഒരു സംരംഭമാണ് കഅബാലയം. ആ കഅബാലയത്തിന്റെ നേരെ മുകളിൽ തന്നെ 7 ആകാശത്തിന്റെ അപ്പുറത്ത് എന്തുണ്ട്? ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ഒരു കഅബാലയമുണ്ട്. ആ ബൈത്തുൽ മഅമൂർ എന്താണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ത്? യാ ജിബ്രീൽ, മുഹമ്മദ് നബിയെ, അത് മലായികത്തുകൾക്ക് വേണ്ടി അല്ലാഹു തആല ഇബാദത്ത് ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ള കഅബാലയമാണ്. മാത്രമല്ല അവിടെ ഒരു ദിവസം വന്നു ചേരുന്ന മലായികത്തുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയുമോ? 70,000 മലക്കുകളാണ് എന്നാണ്. അപ്പൊ 70,000 മലക്കുകൾ ഒരു ദിവസം വന്ന് അവിടെ ഇബാദത്ത് ചെയ്ത് തിരിച്ചു പോകും, ഒറ്റ ദിവസം. പിന്നീട് ആ വന്ന ആ ഒരു ടീമുണ്ടല്ലോ, നമ്മളൊരു ഉംറ പാക്കേജ് പോയ ആ ടീം ആ ഇബാദത്ത് ചെയ്ത് അവിടെ തവാഫ് ചെയ്ത് അള്ളാഹുവിനെ സ്തുതിച്ച് തിരിച്ചു പോയാൽ അവർക്ക് പിന്നെ രണ്ടാമത്തെ ഒരു ഉംറയോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഹജ്ജോ തവാഫോ അവർക്ക് അവിടെ ചെയ്യണമെങ്കിൽ ഖിയാമത്ത് നാൾ വരെ, ലോകം അവസാനിക്കുന്ന നാൾ വരെ കാത്തിരുന്നാലും കിട്ടൂല. എന്തുകൊണ്ട്? ഓരോ ദിവസവും അവിടെ 70,000 പുതിയ മലക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്രയാണ് മലായികത്തുകളുടെ എണ്ണം? ഒരിക്കലും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഒരാൾക്ക് തന്നെ സംരക്ഷണത്തിനായി 7 മലക്കുകളുണ്ട് എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഹദീസിനെ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു അലം. ഒരാൾക്ക് 7 മലക്ക് വീതമുണ്ട്. അപ്പൊ മലായികത്തുകൾ അല്ലാഹു തആല അവന്റെ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ആ മലക്കുകൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് 70,000 മലക്കുകൾ ഒരു ദിവസം അവർ പോയാൽ പുതിയ 70,000. ആദ്യത്തെ സെറ്റ് രണ്ടാമതൊന്ന് തവാഫ് ചെയ്യണമെങ്കിൽ ഖിയാമത്ത് നാൾ വരെ വന്നാലും സമയം ലഭിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വജഅതു റീഹൻ തയ്യിബ, ഒരു സ്വർഗ്ഗത്തിന്റെ പരിസരത്ത് കൂടെ ഞാൻ നടന്നുപോയി. ആ സ്വർഗ പരിസരത്തിന്റെ അടുത്ത് കൂടെ നടന്നു പോയപ്പോൾ റീഹൻ തയ്യിബ, അടിച്ചു വീശുന്ന സുഗന്ധം എങ്ങനെ എന്റെ മൂക്കിൽ ആസ്വദിക്കാൻ പറ്റിയില്ല, വല്ലാത്ത സുഗന്ധം. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ജിബ്രീലേ, ഈ സുഗന്ധം എന്താണ്? അവിടുന്ന് പറഞ്ഞു, ഫിർഔന്റെ കൊട്ടാരത്തിൽ ഫിർഔന്റെ മകളുടെ ദാസ്യവേല ചെയ്തിരുന്ന ഒരു മുത്തക്കയായ പെണ്ണിന്റെയും ആ പെണ്ണിന്റെ 6 മക്കളുടെയും ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്ന സുഗന്ധമാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടുകൂടി ചോദിച്ചു, മാ ശഅനുഹ, എന്താണ് ആ സംഭവം? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ഹൃദയാഹാരിയായ സംഭവം, ആ നടുക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ ആ ഒരു അങ്ങേയറ്റത്തെ പരീക്ഷണം, അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഫിർഔന്റെ കൊട്ടാരത്തിൽ ഫിർഔന്റെ മകളായ ആ പെണ്ണിനിങ്ങനെ മുടി ചീകി കൊടുത്ത് ദാസ്യവേല ചെയ്യുന്ന മുഅ്മിനത്തായ പെണ്ണായിരുന്നു ഈ പെണ്ണ് ഒരു ദിവസം ഇങ്ങനെ മുടി ചീകി കൊടുക്കുകയാണ്. ആ സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് ചീർപ്പ് താഴെ വീണു. അപ്പോ ആ പെണ്ണ് ബിസ്മില്ല എന്ന് പറഞ്ഞ ചീർപ്പെടുത്തു. ബിസ്മില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ നാമത്തിൽ. ഉടനെ തന്നെ മകൾ ചോദിച്ചു, അബി അലൈഹ, എന്റെ വാപ്പാന്റെ പേരിലേക്കാണോ ആ ബിസ്മിയെ ചേർത്തത് എന്ന് ചോദിച്ചു. കാരണം എന്താ? അവിടുത്തെ ഏറ്റവും വലിയ റബ്ബാര, ഈജിപ്തിലെ പടച്ചോനാരാ? ഫിർഔനൻ. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഈജിപ്തിന്റെ ഭരണാധികാരി, അല്ലെങ്കിൽ റബ്ബ് ഞാനാണ്. അപ്പൊ ആ അഹങ്കാരിയായ ആ ഫിർഔനെ അള്ളാഹ് അല്ലെങ്കിൽ റബ്ബ് എന്നാണ് അവിടെ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പൊ ഇവിടെ ചീർപ്പ് ബിസ്മില്ല അള്ളാന്റെ നാമത്തിൽ വന്ന് എടുത്തപ്പോ നിന്റെ പാപ്പാന്റെ പേരിലാണോ നീ എടുത്തത് എന്ന് ചോദിച്ചു. അപ്പൊ ആ പെണ്ണ് പറഞ്ഞില്ല, അല്ല, വലാകിൻ റബ്ബി വറബ്ബു അബീക അല്ലാഹ്, നിന്നെയും എന്നെയും നിന്റെ വാപ്പയും ഒക്കെ സൃഷ്ടിച്ച ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന്റെ പേരിലാണ് ഞാൻ ചേർപ്പെടുത്തത്. അപ്പൊ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമത്തിൽ പറഞ്ഞാൽ ഫിറഔന്റെ നാമത്തിലല്ല, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹിന്റെ നാമത്തിലാണ്. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പ്രബോധനം ചെയ്ത ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് വിശ്വസിച്ച ആ കൊട്ടാരത്തിൽ ജീവിക്കുന്ന മുത്തക്കിയായ ഒരു പെണ്ണാണത്. ഈ വിവരം ആർക്കും അറിയില്ലായിരുന്നു. ഉടനെ തന്നെ ഈ പെണ്ണ് പറഞ്ഞു, ഇങ്ങനെയാണ് നീ വിശ്വസിക്കുന്നെങ്കിൽ ഈ വിവരം ഞാൻ എന്റെ വാപ്പാനോട് പറയുന്നത്. ഫിറൗനെങ്ങാതെ അറിഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും?
ആ ഈമാനുള്ള പെണ്ണ് ഒരു ചാഞ്ചല്യവുമില്ല. പെണ്ണ് പറഞ്ഞു, നീ പറഞ്ഞോ പെണ്ണ്, ഒരു കുഴപ്പമില്ല മോളേന്നോ. ഉടനെ തന്നെ വിവരം അറിഞ്ഞു. ഭടന്മാരെ ആ സ്ത്രീയെ, ആ കുട്ടികളെ ബന്ധിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ചോദിച്ചു, ഞാനല്ലാത്ത ഒരു റബ്ബ് നിനക്കുണ്ടോ? ഉടനെ തന്നെ ആ പെണ്ണ് പറഞ്ഞു, അതേ ഉണ്ട്. ഹാറൂനും മൂസയും പറഞ്ഞ ലോകങ്ങളുടെ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ തൗഹീദിന്റെ മന്ത്രധ്വനി ആ സ്ത്രീ അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഉടനെ തന്നെ കോപാകുലനായ ക്രൂരനായ ഫിർഔൻ ഒരു വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കാൻ പറഞ്ഞു. ആ തീക്കുണ്ടാരത്തിന് മുകളിൽ വലിയൊരു ചട്ടി വെക്കാൻ പറഞ്ഞു. അതിലേക്ക് എണ്ണ ഒഴിക്കാൻ പറഞ്ഞു. ചട്ടിയിൽ എണ്ണ തിളച്ചിങ്ങനെ കുളുക്കുന്നിങ്ങനെ ശബ്ദം പൊട്ടി പുറപ്പെടാൻ തുടങ്ങി. അങ്ങനെ ആ ചട്ടി തയ്യാറാക്കിയപ്പോൾ ആ പെണ്ണിനോട് പറഞ്ഞു, നിനക്ക് ഇപ്പൊ മാറണമെങ്കിൽ മാറാം. നിന്നെയും നിന്റെ 6 മക്കളെയും ഈ എണ്ണച്ചട്ടിയിലിട്ട് വറുക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ പെണ്ണിന്റെ ഈമാൻ ഒരു ചാഞ്ചല്യമില്ല. ആ സ്ത്രീ അവരോട് പറഞ്ഞു, നീ ഇവിടുത്തെ നേതാവാണ്, നീ ചെയ്തോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്നലെ ഇലയിക്കൽ ഹാജ, നിങ്ങൾ ആ ശിക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ തടി കൊണ്ട്, എന്റെ കുട്ടികളെ ശരീരം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാം. എന്താ? നിങ്ങൾ എന്റെ ഈ ശരീരത്തിൽ നിന്ന് ഒരുക്കി കഴിഞ്ഞാൽ എല്ലുണ്ടാവും. ഈ എല്ലും എന്റെ മക്കളുടെ എല്ലും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒറ്റ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് മറയണം. അതിൻ്റെ ഒരു ആഗ്രഹമാണ്, ആവശ്യം. ഓക്കെ, അത് സ്വീകരിച്ചു. എന്നിട്ട് ഓരോ മക്കളെയും ആ എണ്ണച്ചട്ടിയിലേക്ക് ഇട്ട് വറുത്തെടുത്തു. ശരീരം എങ്ങനെ ഒരുകി അവയവങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് ഈ ഉമ്മ കാണുന്നു. ഒരു പ്രശ്നവുമില്ല. അവസാനം മുലകുടി പ്രായമുള്ള ഒരു 2 വയസ്സുള്ള കുട്ടി, തികയാത്ത കുട്ടിയെ ഉമ്മാന്റെ കൈകളിൽ നിന്ന് ഭടന്മാരെടുത്ത് ചട്ടിയിലേക്ക് അങ്ങ് ഇടാൻ നിൽക്കുന്ന സമയത്ത് ആ ഉമ്മാന്റെ ഹൃദയം ഒന്ന് വിതുമ്പിപ്പോയി. ആ ഉമ്മയുടെ ചുണ്ടുകൾ ഇടറിപ്പോയി. അപ്പോ ഇഞ്ഞെങ്കിലും ഈ തള്ള എന്തായാലും മാറ്റി പറഞ്ഞു വിചാരിച്ചു. ആ സമയത്ത് ആ കുഞ്ഞ് സംസാരിച്ചു. ലോക ചരിത്രത്തിൽ മുലകുടി പ്രായത്തിൽ സംസാരിച്ച 3 കുട്ടികളാണുള്ളത്. അതിലൊരു കുഞ്ഞാണ് ഈ കുട്ടി. ആ കുട്ടി പറഞ്ഞു, എന്ത്? യാ ഉമ്മി ഉഖ്തഹുമി, ഉമ്മ നിങ്ങൾ ഒരിക്കലും തന്നെ വിഷമിക്കണ്ട, കരയണ്ട. ഫഇന്ന അദാബദ് ദുനിയാ അഹ്വന മിൻ അദാബിൽ ആഖിറ. ഇത് ദുനിയാവിൽ ഫിർഔൻ ഒരുക്കിയ തീക്കുണ്ടാരി എണ്ണയല്ലേ, അല്ലാഹു തആല ഒരുക്കി വെച്ച നരകവും അതിലെ ശിക്ഷയും ഇത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇത് എത്രയോ നിസാരം. മാത്രല്ല, ഇതിലേക്ക് അങ്ങോട്ട് വീട് മിനിറ്റുകൾ കൊണ്ട് നാം ഉരുകി തീർന്നാൽ നമുക്ക് പോകാനുള്ളത് അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്കല്ലേ. എന്തിനാ ഉമ്മ കരയുന്നത്? ഉമ്മ ധൈര്യം സംഭരിച്ചു. ആ ഉമ്മയും ആ കുട്ടിയെയും കൂടെ കരിച്ചു കളഞ്ഞു. ആ കരിച്ചു കളഞ്ഞ ആ സഹോദരിയുടെയും കുട്ടികളുടെയും സുഗന്ധമാണ് മിഅ്റാജിൽ പോയപ്പോൾ സ്വർഗത്തിൽ നിന്ന് അടിച്ചു വീശിയതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്വദിച്ചത്. സുബ്ഹാനല്ലാഹ്. ബിലാൽ റളിയല്ലാഹുവിന്റെ വീട്, ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ വീട്, ഖദീജ റളിയല്ലാഹുവിന്റെ വീട്, കൊട്ടാരം, അങ്ങനെ എന്തെല്ലാം നരകത്തിലെ ശിക്ഷകൾ എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൽ കണ്ടിട്ടുണ്ട്. 50 വക്ത് നമസ്കാരവുമായി തിരിച്ചു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 6-ാം ആകാശത്ത് വെച്ച് മൂസ അലൈഹിസ്സലാം പറഞ്ഞു, നിന്റെ ഉമ്മത്തിന് ഇത് കഴിയില്ല, കുറച്ച് ചോദിച്ചോ. അങ്ങനെ പലതവണ അങ്ങോട്ട് അല്ലാഹുവിലേക്ക് പോയി. അവസാനം അത് 5 വക്താക്കി ചുരുക്കി കൊടുത്തു. എന്നിട്ടും മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഒന്നും കൂടി കുറച്ച് ചോദിച്ചോ, എന്റെ ഉമ്മത്തിന് കഴിയൂല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പോകുന്നില്ല. ആ 5 വക്ത് തന്നെ 50 വക്തിന്റെ പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സഹോദരങ്ങളെ ഈ മിഅ്റാജ് യാത്രയിൽ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്ക് വേണ്ടി ഒരുങ്ങുക. സുഖിച്ച് തിന്ന് കുടിച്ച് രമിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് അല്ലാഹു തആലക്ക് മാറ്റിവെക്കേണ്ട ഇബാദത്തിന്റെ സമയം, യുവത്വം, ഇതെല്ലാം നമ്മൾ അല്ലാഹുവിന്റെ ഇഷ്ടമില്ലാത്ത മാർഗത്തിലേക്ക് മാറ്റിവെച്ച് അവസാനം നമ്മൾ മരണപ്പെട്ടു പോയാൽ നാം എത്തിപ്പെടുന്നത് അപകടകരമായ ദിവസത്തിലായിരിക്കും. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് ഖുത്ബ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 50-ാം അധ്യായം സൂറത്ത് ഖാഫ്, അതിലെ 20 മുതൽ 22 വരെയുള്ള ആയത്ത്. കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം വന്നു കഴിഞ്ഞാൽ എല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിലേക്ക്, ആ മഹ്ശറിലേക്ക് വന്നു ചേരുന്നതാണ്.
ഫകശഫ്നാ അൻക ഇതാഅക ഫബസറുക അൽയൗമ ഹദീദ്. അല്ലാഹ് പറയും, മനുഷ്യ, ഇന്നേ ദിവസം നിന്റെ കണ്ണിന്റെ മൂടി ഞാൻ നീക്കിയിരിക്കുകയാണ്. ഈ ദുനിയാവിൽ അശ്രദ്ധയോടുകൂടി ജീവിച്ച പാടി നടന്ന മനുഷ്യ, നീ ഇതാ രണ്ട് കണ്ണും തുറന്ന് മനുഷ്യരെ കണ്ടോളൂ, നരകം കണ്ടോളൂ, ഹിസാബ് കണ്ടോളൂ, അവിടെയുള്ള സംരംഭങ്ങൾ കണ്ടോളൂ. ഇതെല്ലാം എന്തിനാണ് നിനക്ക് കാണിച്ചു തരുന്നത്? നീ അവഗണിച്ചു കളഞ്ഞ ദിവസം സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ. അതുകൊണ്ട് ആ ഒരു ലോകത്തെ ഓർത്തുകൊണ്ട് ഈ ശഅബാനിൽ തന്നെ നാം എന്ത് ഒരുങ്ങി അള്ളാഹു നമുക്ക് തരാൻ പോകുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമായി, ഇബാദത്തുകളുടെ ഉത്സവകാലമായി റമളാനാണ്. അതിലേക്ക് ഒരുങ്ങാൻ അള്ളാഹു തആല റമളാനിനെ സ്വീകരിക്കാൻ ഈ ശഅബാനിൽ സജ്ജമാകാൻ അള്ളാഹു നമുക്ക് ആഫിയത്തും ഉന്മേഷവും സന്മനസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഭാര്യക്കും മക്കൾക്കും കുടുംബങ്ങൾക്കും ഉമ്മാക്കും ബാപ്പാക്കും അസുഖമുള്ളവർക്കും എല്ലാവർക്കും പരിശുദ്ധ റമളാനെ നല്ല രീതിയിൽ സ്വീകരിക്കാൻ അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. കഴിഞ്ഞ വർഷം നോമ്പ് നോറ്റുവിട്ടാൻ കഴിയാത്തവർ അവർ ഈ വർഷം ഈ മാസത്തിൽ നോറ്റുവിട്ട് തീർക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. നിത്യരോഗികളായ ആളുകൾക്ക് അള്ളാഹു നോമ്പ് നിർബന്ധമല്ല, അവർക്ക് ഫിദിയയാണ്. കഴിഞ്ഞ വർഷത്തെ നോമ്പിന്റെ ഫിദിയ കൊടുത്ത് ആ കടം അള്ളാഹു വീട്ടാൻ അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കടബാധ്യതകൾ തീർത്ത് മരിക്കാൻ തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. എല്ലാ തരത്തിലും മാരകമായ രോഗത്തിൽ നിന്നും അപകടകരമായ അക്രമങ്ങളിൽ നിന്നും അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ വേർപെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾക്ക് മഅഫറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم. وصلى الله وسلم تسليما كثيرا. أقم الصلاة.